ഷൈനിയുടെ അവസ്ഥ കണ്ട് ഇവിടെ ഒരു പ്ലേസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഷൈനിക്ക് ജോലി കൊടുക്കുകയായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ശമ്പളമൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും 1000 രൂപ കൂടുതലാണ് ശരിക്കും ഷൈനിക്ക് കൊടുത്തിരുന്നത്. ഷൈനിയെ സംബന്ധിച്ച് ഷൈനി പ്രത്യേകം പറഞ്ഞതാണ്, പപ്പ ഇത് ചെയ്യരുത്, കേസ് കൊടുക്കരുതെന്ന് ഷൈനി കാല് പിടിച്ച് പറഞ്ഞതാണെന്നാണ് ഷൈനി എന്നോട് പറഞ്ഞത്. നമസ്കാരം. കോട്ടയത്ത് ഷൈനിയും 2 പെൺമക്കളും മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശിയായ നോബി കുര്യാക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അയാൾ റിമാൻഡിൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ഈ ഷൈനിയുടെ വീടിന് സമീപം പാറോലിക്കൽ എന്ന സ്ഥലത്തെ റെയിൽവേ ട്രാക്കിൽ വെച്ച് അമ്മയും മക്കളും ജീവനൊടുക്കിയത്. ഈ രാവിലെ, അതായത് ഷൈനി വീട്ടിൽ നിന്നും രാവിലെ വീടിന് മക്കളുമായി പുറത്തേക്ക് പോകുന്നതിൻ്റെ CCTV ദൃശ്യവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതിനിടയിൽ ഷൈനി മക്കളുമായി ജീവിക്കുന്നതിന്, മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നിരവധി ജോലികൾ തേടിയിറങ്ങിയ കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വരികയാണ്. തൻ്റെ മക്കളെ പോറ്റുന്നതിനായി ഷൈനി ഏറെ കഷ്ടപ്പെട്ടിരുന്നു. ജോലിക്കായി പലയിടങ്ങളിലും പോയിരുന്നു. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനിയായിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഷൈനി ഒരിക്കലും ആത്മഹത്യയിലേക്ക് നയിക്കില്ല, അല്ലെങ്കിൽ ചെയ്യുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. മാത്രമല്ല, ഷൈനിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ ഷൈനിയും മക്കളും ഇപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ പറയുന്നത്. ഷൈനി ഈ ഭർത്തൃ വീട്ടിൽ നിന്നും പിണങ്ങിയതിനു ശേഷം ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ സമീപത്തുള്ള റോസ മൈസ്റ്റിക്ക എന്ന സ്ഥാപനത്തിൽ 3 മാസക്കാലം ജോലി ചെയ്തിരുന്നതാണ്. പിന്നീട് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. എന്താണ് ആ ഷൈനി ജോലി ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഈ റോസ മൈസ്റ്റിക്കയുടെ ഉടമ കൂടിയായ, നടത്തിപ്പുകാരൻ കൂടിയായ ഫ്രാൻസ് നമുക്കൊപ്പം ചേരുകയാണ്. ഷൈനി എത്ര മാസമാണ് ഇവിടെ ജോലി ചെയ്തത്? ഷൈനി 4 മാസമാണ് ഇവിടെ ജോലി ചെയ്തത്. ഇവിടെ ഷൈനി ഭർത്തൃ വീട്ടിൽ നിന്ന് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ ഷൈനിയുടെ അവസ്ഥ കണ്ട് ഇവിടെ ഒരു പ്ലേസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഷൈനിക്ക് ജോലി കൊടുക്കുകയായിരുന്നു. വീടിന് ഒരു മതിലാണ് അപ്പുറം. അപ്പം അതിനിപ്പുറത്ത് ഞങ്ങൾ ഷൈനിയുടെ അവസ്ഥ ഷൈനി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ ജോലി കൊടുക്കുകയാണ് ചെയ്തത്. വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വന്നപ്പം വളരെ ഗ്ലൂമി ആയിരുന്നു. പക്ഷേ 1 മാസം കൊണ്ട് എല്ലാം ഒത്തിരി ബെറ്ററായി. ഷൈനി സംസാരിക്കുകയും തമാശകൾ പറയുകയും, തമാശ പറഞ്ഞാൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തൊക്കെ ജോലിയായിരുന്നു ഇവിടെ? ഇവിടെ നേഴ്സായിരുന്നു. ഇവിടെ ഇത് ഒരു നേഴ്സിംഗ് കെയർ ഹോമാണ്. 40 പേരോളം ഇവിടെ താമസിക്കുന്നുണ്ട്. 43 സ്റ്റാഫുണ്ട് ഇതിൽ. അതിൽ 18 നേഴ്സുമാരാണ്, ഡിപ്ലോമ നേഴ്സുമാരാണ്. അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും നമ്മൾ എടുക്കാൻ കാരണം ഷൈനിയുടെ ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇതിലവച്ചാണ് നമ്മൾ ഷൈനിയെ ജോലി കൊടുത്തത്. ശമ്പളമൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും 1000 രൂപ കൂടുതലാണ് ശരിക്കും ഷൈനിക്ക് കൊടുത്തിരുന്നത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. തീർച്ചയായിട്ടും ഷൈനിയെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുത്തതാണ്. ജോലി ഒക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്തിട്ട് നല്ല ഊർജ്ജസ്വലയായിരുന്നു. അതെ അതെ. ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിലേക്ക് ഷൈനി പോകേണ്ട ആളല്ല ആയിരുന്നു അല്ലേ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഷൈനി ഇവിടെ ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ അങ്ങനെ വരികയില്ലായിരുന്നു. എന്താണ് ജോലി നഷ്ടപ്പെടാനുള്ള കാരണം? ജോലി നഷ്ടപ്പെടാൻ കാരണം ഇവിടെ ജോലി ഇപ്പം ഷൈനിയുടെ പപ്പായെ ഞങ്ങൾ കുര്യാക്കോസേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഈ കെയർ ഹോം തുടങ്ങിയ നാൾ മുതൽ കുര്യാക്കോസേട്ടൻ എന്തോ പുള്ളിക്ക് ഒരു ഈ സ്ഥാപനം പൂട്ടിക്കാണമെന്നാണ് പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പം പുള്ളി അതിനെ ഇങ്ങനെ നാട്ടിൽ നീളെ പറഞ്ഞു നടക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ഈ ഷൈനി ജോലി തുടങ്ങി 4 മാസമാണ് ജോലി ചെയ്തത്. 3 മാസം കഴിഞ്ഞ് 3.5 മാസമൊക്കെ ആയപ്പം ഇവിടെ ബൈ ചാൻസിൽ ബയോഗ്യാസിൻ്റെ ഇടുന്ന ആ ടാങ്ക് നിറഞ്ഞു പോയി. അത് പറ്റിയത് ഇവിടെ പ്ലാസ്റ്റിക്കും അതുപോലെ എടനയിലയും ഈ വാഴയിലയും ഒക്കെ അറിയാതെ ഈ സ്റ്റാഫ് ഇട്ട് അത് ഫെർമെൻറ്റേഷൻ നടക്കാതെ വന്നപ്പോൾ അത് നിറഞ്ഞു പോയാൽ നമുക്കത് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അത് നമ്മൾ വാരി കളയാതെ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും അതിന് സ്മെല്ലുണ്ട്.
ആ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുര്യാക്കോസിനോട് പറഞ്ഞു, കുര്യാക്കോസിനെ ഇങ്ങനെ അത് ടാങ്ക് നിറഞ്ഞു പോയി, അത് 1-2 ദിവസം എടുക്കും അത് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അത് ഞങ്ങൾ 4 പേരെ നിർത്തി 2 ദിവസം കൊണ്ട് അത് ക്ലീൻ ചെയ്ത് അത് എൻ്റെ പുരയിടത്തിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് അത് മണ്ണിട്ട് മൂടുക ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു 24 മണിക്കൂർ സമയം തരും, അതിൽ കൂടുതലാണ് ഞാൻ ഡൽഹി പോയിട്ടാണേലും ഈ പ്രസ്ഥാനം പൂട്ടിക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ കുര്യാക്കോസിനെ നമുക്കറിയാം. പിന്നെ ഈ 3-ാം ദിവസം പുള്ളി കൊണ്ടുപോയി ഹെൽത്തിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു, ഇവിടെ ഇതെല്ലാം നോക്കി. ഞാനത് കാര്യം എന്താ സംഭവിച്ചതെന്നുള്ളത് മാഡത്തിനോട് പറഞ്ഞു. മാഡം അതെല്ലാം നോക്കി കണ്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇതിങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല, അതിന് തൊട്ടടുത്തുള്ള കുറേ വീട്ടുകാരുടെ ഒപ്പ് വാങ്ങിച്ച് കുര്യാക്കോസേട്ടൻ പിന്നെയും ഹെൽത്തിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇതിവിടെ വൃത്തിഹീനമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അടുത്ത പറമ്പിലേക്ക് അതെല്ലാം പരിഹരിച്ചു. അത് അങ്ങനെ ആ ഒരു ബയോഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അപ്പം തന്നെ പരിഹരിച്ചു. അത് ഈ ഷൈനി ജോലി ചെയ്യുന്ന ഒരു തടസ്സമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുമല്ല, ഷൈനിയെ സംബന്ധിച്ച് ഷൈനി പ്രത്യേകം പറഞ്ഞതാണ്, പപ്പ ഇത് ചെയ്യരുത്, കേസ് കൊടുക്കരുതെന്ന് ഷൈനി കാല് പിടിച്ച് പറഞ്ഞതാണെന്നാണ് ഷൈനി എന്നോട് പറഞ്ഞത്. അപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഞാനും ഷൈനിയായിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഷൈനി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തോളാം, എനിക്ക് IELTS പഠിച്ച് എനിക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ IELTSും ഈ ജോലിയും കൂടെ നടക്കുകയില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തോളാം എന്നും പറഞ്ഞ് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണേലും ഈ പിള്ളേർ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതും പള്ളിയിൽ നിന്ന് വേദപാഠം കഴിയുമ്പം തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ഞങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാകരുതെന്ന് കുര്യാക്കോസേട്ടൻ പറയും. ഞങ്ങളുടെ വണ്ടിയെ കയറരുത്, ഞങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ ഈ പിള്ളേർ വീട്ടിൽ വരുവും മുറ്റത്ത് കളിക്കുകയും സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ സംഭവം കഴിഞ്ഞ പിന്നെ യാതൊരു അടുപ്പവും ഇല്ല. പിള്ളേർ ഞങ്ങളെ കാരണം അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവരുതെന്ന് അവരോട് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വേദപാഠം കഴിയുന്ന പാടെ ആ ഇടവഴി കൂടെ അവർ വിട്ടുപോകും. ഞങ്ങളുടെ വണ്ടിയെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുര്യാക്കോസേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാൻ, അതായത് വല്യപ്പ പറഞ്ഞിട്ടുണ്ട് വണ്ടിയെ കയറരുതെന്ന് പറഞ്ഞേക്കാൻ ഞങ്ങളോട് പറയണമെന്ന് പറയും. ഈ പ്രായമായ ആളുകളെയൊക്കെയാണ് ഇവിടെ നോക്കുന്നത്, അവർ എല്ലാവരും കൂടി നോക്കും, എല്ലാവരും സമയം പോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രായം ചെന്നവരെ രാവിലെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പുറത്തിരുത്തും. അതുപോലെ വൈകുന്നേരം കോഫിയും സ്നാക്സും കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുറത്തിരുത്തും. അപ്പോൾ ഈ പിള്ളേർ ഇവരുടെ തൊട്ട് മേളിലുള്ള ടെറസിൽ കയറി ഇരുന്ന് ഡാൻസ് കളിക്കും. ഇവിടെ ഈ അപ്പച്ചനമ്മച്ചിമാർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ പിള്ളേർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും ഒത്തിരി ആക്റ്റീവായിരുന്നു. ഷൈനിയെക്കുറിച്ച് ഒരു തെറ്റും നമുക്ക് പറയാനില്ല. ഷൈനിയുടെ എന്താ പറയുക, നമ്മൾ പെട്ടെന്നൊരു നിമിഷത്തിലാണ് അതിനകത്ത് ഇപ്പം കണ്ടില്ലേ, സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മകളുണ്ടായിട്ട് പോലും ആ സ്ഥാപനത്തിനെതിരെ അതും ഞങ്ങൾക്കൊരു വാണിംഗ് തരുമോ ഒന്നും ചെയ്തില്ല. നേരെ ചെന്ന് ഹെൽത്തിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അതൊരു ശരിയായ നടപടിയാണോ? ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അധ്വാനിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു. ഭർത്തൃ വീട്ടിലെ തൊടുപുഴയിൽ കൃഷിപ്പണികളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കൃഷിപ്പണികൾ ചെയ്ത് വരുമാനവും കണ്ടെത്തുമായിരുന്നു. ഹൈദരാബാദിലാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് ബോംബെയിൽ വിവാഹത്തിന് മുൻപ് ജോലി ചെയ്യുകയും ചെയ്തു. പിന്നീട് ജോലിക്ക് ഒന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല, ഭർത്തൃ വീട്ടിൽ തന്നെയായിരുന്നു. അതിനിടയിൽ ചില കൃഷിപ്പണികളൊക്കെ ചെയ്ത് ചെറിയ വരുമാനവും കണ്ടെത്തുമായിരുന്നു. അങ്ങനെ പിണങ്ങി നാട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. എങ്കിൽ 3-4 മാസം ഇവിടെ വീടിനടുത്ത സമീപത്ത് തന്നെ ഒരു ജോലി ലഭിച്ചെങ്കിലും അത് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അതേ തുടർന്ന് വലിയ മാനസികമായ വിഷമത്തിലായിരുന്ന ഷൈനി ആണ് ഈ മക്കളുമായി റെയിൽവേ ട്രാക്കിൽ പോയി ജീവൻ ഒടുക്കിയത്. ഇപ്പോഴും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഷൈനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ നൽകിയിരുന്നെങ്കിൽ ഷൈനിയും ആ കുഞ്ഞു മക്കളും നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഒന്നടങ്കം പറയുന്നത്. ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.